അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മക്കയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന കാലത്ത് അതിൻ്റെ ആദ്യഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹാബികളെ വിളിച്ചിരുത്തിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ മക്കയിൽ ഇന്നേ വരെ ആരും ഉച്ചത്തിൽ പാരായണം ചെയ്തിട്ടില്ല. മക്കയിലെ പ്രമാണിമാരെ അത് കേൾപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആരാണ് അതിന് സന്നദ്ധമാവുക? കൂട്ടത്തിൽ നിന്ന് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരനായ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാരായണം ചെയ്തോളാം. ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്തിൻ്റെ ആടുമാടുകളെ മേച്ച് നടന്നിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ആറാമതായിട്ട് കടന്നു വന്ന മഹാവ്യക്തിത്വമാണ് അദ്ദേഹം. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഖുറൈശി പ്രമാണിമാരെയെല്ലാം കണ്ടാൽ വളരെ ആദരവോടുകൂടി തല കുനിച്ച് ആദരവ് പ്രകടമാക്കിയിരുന്ന അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ മക്കയിലെ പ്രമാണിമാർക്കിടയിൽ പോയി ഖുർആൻ പാരായണം ചെയ്യാൻ സന്നദ്ധമാണ് എന്ന്. പിറ്റേ ദിവസം രാവിലെ മക്കയിലെ പ്രഭാതം ഇങ്ങനെ ഉണർന്നു വരുമ്പോൾ, മക്കയിലെ മാർക്കറ്റ് ഉണർന്നു വരുമ്പോൾ അവർക്കിടയിലേക്ക് ഖുറൈശി പ്രമാണിമാർ കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്തുർ റഹ്മാൻ പാരായണം ചെയ്യുന്നുണ്ട്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ തുടങ്ങിയ ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് പാരായണം ചെയ്തപ്പോൾ ആരാണ്, എന്താണ് ഈ ശബ്ദം എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ആളുകൾ തടിച്ചുകൂടുകയാണ്. അവിടെ പറയപ്പെടുകയാണ്, ഇത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദാണ്, ഈ വചനങ്ങൾ മുഹമ്മദ് കൊണ്ടുവന്ന വചനങ്ങളാണ് എന്ന് അവർ തിരിച്ചറിയുകയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഭീകരമാം വിധം അവിടെയുള്ള ആളുകൾ, മക്കയിലുള്ള പ്രമാണിമാർ അവര് മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്യുകയാണ്. ചുറ്റുമുള്ള സഹാബിമാരിൽ ചില ആളുകൾ അവശനായി കിടക്കുന്ന അദ്ദേഹത്തെ എടുത്ത് വിശ്രമ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിട്ട്, താങ്കൾക്ക് ഇതാണ് സംഭവിക്കുക എന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അടുത്തുണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലെ, അവരുടെ മർദ്ദനങ്ങളുടെ വേദന എത്രയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇനിയും നാളെയും ഇതേപോലെ ഖുർആൻ പാരായണം ചെയ്യാൻ സന്നദ്ധമാണ്. എനിക്ക് മർദ്ദനങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര പ്രയാസകരമായി തോന്നുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇത്ര മതി, നമ്മൾ നമ്മുടെ ശബ്ദം വിശുദ്ധ ഖുർആനിന്റെ വചനം അവരെ കേൾപ്പിച്ചല്ലോ എന്ന് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കാൻ. അഥവാ മക്കയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ധീരമായി കൊണ്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് എന്ന് കാണുവാൻ സാധ്യമാകും. മെലിഞ്ഞ ശരീരപ്രകൃതിയുള്ള അദ്ദേഹത്തിൻ്റെ കാലുകളെ നോക്കി ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നാളെ മീസാനിൽ ഉഹദ് മലയോളം ഭാരമുള്ള കാലുകളായിരിക്കും അത് എന്ന്. നിങ്ങൾ ഖുർആൻ ഇറങ്ങിയതുപോലെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇബ്നു മസ്ഊദിൽ നിന്ന് നിങ്ങൾ പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധ്യമാകും. 4 പേരിൽ നിന്ന് നിങ്ങൾ ഖുർആൻ പാരായണം പഠിക്കുക എന്ന് പറഞ്ഞതിൽ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന പേര് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ പേരാണ്. ഇങ്ങനെ സാധാരണക്കാരനായ ദുർബലനായ ഒരു മനുഷ്യന് എങ്ങനെയാണ് ഖുറൈശി പ്രമാണിമാർക്കിടയിൽ പോയി അവർക്കിഷ്ടമില്ലാത്ത, അവർ കേട്ടാൽ കോപിഷ്ഠരാകും, മർദ്ദിക്കും എന്നുറപ്പുണ്ടായിട്ടും അവിടെ പോയി ധീരമായി കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ സാധ്യമായത് എന്ന് ചോദിച്ചാൽ, ഖുർആൻ പകരുന്ന അനിതര സാധാരണമായ മനോഹരമായ ഈമാനികമായ ശക്തിയാണ് അത് എന്ന് കാണുവാൻ സാധ്യമാകും. ഉറച്ച നിലപാടുള്ളവരാക്കി ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, നിങ്ങളെ ഏറ്റവും നല്ലതിലേക്ക്, ഏറ്റവും ശക്തിയുള്ളതിലേക്ക്, ഏറ്റവും ശരിയായതിലേക്ക്, ഉറച്ച നിലപാടിലേക്ക് ഖുർആൻ നിങ്ങളെ നയിക്കും എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. അഥവാ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സുന്ദരമായ ആഘോഷം നമ്മൾ വിശുദ്ധ റമദാനിലൂടെ നമ്മളിങ്ങനെ നോമ്പ് നോറ്റ്
അള്ളാഹുവിനോട് അടുത്ത് ഖുർആൻ പാരായണം ചെയ്ത് നിർവഹിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അതിനെ അടുത്തറിയുവാൻ, അതിലൂടെ നിലപാടുള്ള ധീരന്മാരായി മാറുവാൻ നമുക്ക് സാധ്യമാവണം. അതിന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മനോഹരമായ ചരിത്ര പാഠങ്ങൾ നമുക്ക് പ്രചോദനമാവട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.